നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ പുതിയ അറിവുകൾ ആദ്യമേ ലഭിക്കുവാൻ ബെൽ ഐക്കണും അമർത്തൂ. നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീദേവി. കോട്ടയം കളത്തിപ്പടിയിൽ ഓംനിയിൽ ആയുർവേദിൽ കൺസൾട്ടൻ്റ് ആയുർവേദ ഫിസിഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഈ ഒരു സമയത്ത് സമൂഹത്തിൽ കൊറോണ വൈറസിനെ കുറിച്ചും അതുപോലെ നമ്മുടെ ശരീരത്തിൽ അത് അഫക്റ്റ് ചെയ്യുമോ എന്നൊക്കെയുള്ള വ്യാപകമായിട്ടുള്ള ഭയം എല്ലാവരുടെയും മനസ്സിലുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് പകരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ്. അത് ഓൾറെഡി നമുക്ക് വളരെയധികം നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പും അതുപോലെ പരിചയമുള്ള എല്ലാവരും തരുന്നുണ്ടല്ലോ. അതായത് സോഷ്യൽ ഡിസ്റ്റൻസിങ്, അതുപോലെ ഹാൻഡ് വാഷ് ചെയ്യേണ്ട രീതികൾ, മാസ്ക് ഉപയോഗിക്കേണ്ട രീതി, അതുപോലെ വീട്ടിലിരിക്കേണ്ടതിൻ്റെ ആവശ്യകത, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സമൂഹത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് വീട്ടിൽ ഇരിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ആലോചിക്കാം. ആദ്യം തന്നെ പലർക്കും വർക്ക് ഫ്രം ഹോം കിട്ടിയവരുണ്ട്. അതുപോലെ കൊച്ചുകുട്ടികൾക്ക് സ്കൂളില്ലാത്ത അവസ്ഥയുണ്ട്. വീട്ടമ്മമാർക്കാണെങ്കിലും മറ്റൊരു കാര്യത്തിനും പോകാതെ അത്യാവശ്യം കടയിൽ മാത്രം പോയിട്ട് വരിക, അതുപോലെ വീട്ടിലെ പാചകം ചെയ്യുക, കുട്ടികളെ നോക്കുക എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. ഇത് എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് സ്വയം നമ്മളെ സൂക്ഷിക്കാം, നമ്മളെ പരിചരിക്കാം എന്നൊക്കെയുള്ള ഒരു സമയമാണിപ്പോൾ. അപ്പോൾ നമുക്ക് വെളിയിൽ പോയി നമ്മുടെ ആവശ്യ സാധനങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ, മരുന്നുകളോ അല്ലെങ്കിൽ സൗന്ദര്യ സംരക്ഷണ വസ്തുക്കളോ ഒന്നും നമുക്ക് പെട്ടെന്ന് വാങ്ങിക്കാൻ പറ്റിയെന്ന് വരില്ല, സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് തന്നെ, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ കൊണ്ട് എങ്ങനെ നമുക്ക് സ്വയം പരിചരിക്കാം, സൗന്ദര്യ സംരക്ഷണം നടത്താം, അതുപോലെ ഔഷധം ഒക്കെ നമുക്ക് എങ്ങനെ വീട്ടിലുള്ള സാമഗ്രികൾ കൊണ്ട് തന്നെ നമുക്ക് ഉപയോഗപ്രദമാക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ ആയുർവേദത്തിൽ ദിനചര്യയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം രാവിലെ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞ്, അത് പ്രത്യേകം അതായത് 6:30 മുമ്പുള്ള ഒരു സമയം എഴുന്നേൽക്കണം, സൂര്യോദയത്തിന് മുമ്പുള്ള സമയം എഴുന്നേൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ പല്ല് തേക്കുന്ന കാര്യം ഒക്കെ പറയുന്നുണ്ട്. അപ്പം ഇപ്പം നമുക്ക് പ്രകൃതിയുടെ രീതിയിൽ മാവില ഉണ്ടെങ്കിൽ അതുകൊണ്ട് പല്ല് തേക്കാം. അപ്പം അല്ലാതെ ചിലർക്ക് ദന്തധാവന ചൂർണം, പൽപ്പൊടി ഉപയോഗിക്കുന്നവരുണ്ട്, അത് യൂസ് ചെയ്യാം. പിന്നെ കുളിക്കുന്നതിന് മുമ്പായിട്ട് എണ്ണ തേച്ച് കുളി നമുക്കിപ്പം നടത്താൻ ടൈം കിട്ടുന്ന സമയമാണ്. അപ്പം ഇനി അഥവാ വേറെ കടയിൽ നിന്ന് കിട്ടുന്ന എണ്ണകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ദേഹത്ത് തേക്കാനും തലയിൽ തേക്കാനും എല്ലാത്തിനും ഉത്തമമായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ, അതായത് കുരുമുളകും ചുവന്നുള്ളിയും ചേർത്ത് വെളിച്ചെണ്ണ കാച്ചി ശരീരത്തിൽ തേക്കാവുന്നതാണ്. അതുപോലെ വായിൽ കവിൾ കൊള്ളാനായിട്ട് ദന്തരോഗങ്ങളൊന്നും വരാതിരിക്കാനും ഒക്കെ എള്ളെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം എള്ളെണ്ണ കുറച്ച് വായിൽ ഒഴിച്ചിട്ട് അത് കുറച്ച് നേരം വായിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് തുപ്പിക്കളയാം. അപ്പം അത് പല്ലുകളെയും മോണകളെയും ഒക്കെ ശക്തിപ്പെടുത്തുന്നതിനും ദന്തരോഗങ്ങൾ വരാതിരിക്കുന്നതിനും സഹായിക്കും. പിന്നെ നമുക്ക് കുളിക്കുന്നതിന് മുമ്പായിട്ട് ലഘുവായിട്ട് വ്യായാമം ചെയ്യുന്നത് നല്ലതാണ്. അപ്പം വ്യായാമം ചെയ്യുമ്പോൾ അധികം ശരീരത്തിന് ആയാസം കൊടുക്കാതെയും ശ്രദ്ധിക്കണം. അതായത് നെറ്റിയിൽ വിയർപ്പ് വരുന്നിടം വരെ വ്യായാമം ചെയ്യാനാണ് പറയുന്നത്. വേറെയുള്ള ഇടത്ത് അധികം വരാതിരിക്കുന്ന നേരത്തിൽ അത്രയും ലഘുവായിട്ട് വ്യായാമം ചെയ്യുക. സ്ത്രീകൾ പ്രത്യേകിച്ച് അധികം എക്സ്ട്രാ വ്യായാമം ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവർ വീട്ടിൽ മുറ്റമടിക്കുകയും അതുപോലെ തേങ്ങ ചിരണ്ടുകയൊക്കെ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അവർക്ക് ഒത്തിരി വ്യായാമത്തിൻ്റെ ആവശ്യമില്ല. അല്ലാതെ ഉള്ളവർക്ക് ഇതൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ കുളിക്കുന്ന സമയത്ത് സ്നാനചൂർണം ഇരിപ്പില്ല എന്നുണ്ടെങ്കിൽ ചെറുപയർ പൊടി ഉപയോഗിക്കാം. അതുപോലെ കുളിക്കുന്നതിൻ്റെ വെള്ളം, രാമച്ചം അതുപോലെ കൊത്തമല്ലിയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ച് കുളിക്കാം. ചിലർക്ക് വിയർപ്പനാറ്റം ഒക്കെ ഉള്ളവർ കാണും, അവർക്ക് ഈ രാമച്ചം ഉപയോഗിച്ചുള്ള വെള്ളം നല്ലതാണ് കുളിക്കാനായിട്ട്. പിന്നെ ചന്ദനം ഇരിപ്പുണ്ടെങ്കിൽ, ചന്ദനം മുട്ട് ഇരിപ്പുണ്ടെങ്കിൽ ആ ചന്ദനം ദേഹത്ത് അരച്ച് തേക്കുന്നത് നല്ലതാണ്, അധികം വിയർപ്പുള്ള ആൾക്കാർ, വിയർപ്പ് നാറ്റമുള്ള ആൾക്കാർക്ക്. അതുപോലെ വേറൊരു കാര്യം, വായ്നാറ്റം വരാതിരിക്കാനും നല്ലതാണ് ഈ മാവില കൊണ്ടുള്ള പല്ല് തേക്കുന്നത്. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ, അതുപോലെ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളെ സ്വയം ശ്രദ്ധിക്കാനായിട്ടും കൂടെ വിചാരിക്കണം. അതായത്
എന്ത് കാര്യം ചെയ്യുമ്പോഴും മധ്യമമായിട്ടുള്ള മാർഗ്ഗം, അതായത് അധികമായിട്ടും ചെയ്യരുത്, ഒട്ടും ചെയ്യാതെ ഇരിക്കരുത്, മധ്യമമായിട്ടുള്ളൊരു മാർഗ്ഗം സ്വീകരിക്കണമെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. അതുപോലെ ദേഹത്ത് തേക്കാനായിട്ട് ചെറുപയർ പൊടി ഉപയോഗിക്കാം. മുഖത്ത് തേക്കാനായിട്ട് പ്രത്യേകം നമുക്ക് പലതരത്തിലുള്ള ഫേസ് മാസ്കുകളും ഉപയോഗിക്കാം, ഫേസ് പാക്കുകൾ ഉപയോഗിക്കാം. അതായത് നമ്മുടെ അടുക്കളയിൽ തന്നെ സുലഭമായിട്ടുള്ള മഞ്ഞൾ, അതുപോലെ പാൽ, കടലമാവ് അല്ലെങ്കിൽ അരിപ്പൊടി, അതുപോലെ ഫേഷ്യൽ സ്ക്രബ് ഉണ്ടാക്കാനായിട്ട് ഈ പറഞ്ഞ സാധനങ്ങളുടെ കൂട്ടത്തിൽ ഒരു തരി പഞ്ചസാര കൂടെ ചേർക്കാം. അതുപോലെ തക്കാളി, പപ്പായ മുതലായിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് വെള്ളത്തിൻ്റെ കണ്ടൻറ്റുള്ള വെള്ളരി, അതുപോലെ ക്യാരറ്റ്, ബീട്രൂട്ട്, അങ്ങനെ വൈറ്റമിൻ സമ്പുഷ്ടമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുക. നട്ട്സൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തുക. ഇനി അഥവാ അതൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കടലയും പരിപ്പും അതുപോലെ ചെറുപയറും ധാരാളമായിട്ട് ഉപയോഗിക്കുക. നമ്മുടെ അടുത്ത് തന്നെയുള്ള നാച്ചുറലായിട്ടുള്ള വൃക്ഷങ്ങളുടെ ഫ്രൂട്ട്സ്, അതായത് ചക്ക, മാമ്പഴം ഒക്കെ ഈ കാലത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒരു വർഷകാലം വന്നു കഴിയുമ്പം നമ്മുടെ ശരീരത്തിൻ്റെ ദഹനശക്തി കുറയുന്നു. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ ചക്ക ഒക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ച് അളവ് കുറയ്ക്കണം. അപ്പോൾ നമ്മൾ ചക്കയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് വെളുത്തുള്ളി, ഇഞ്ചി മുതലായിട്ടുള്ളവയൊക്കെ താളിച്ച് ചേർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതും കൂടെ ഇട്ട് വഴറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും, ദഹനത്തിന് നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏത് കാലത്താണെങ്കിലും ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ രസം, അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക് ഒക്കെ കൂടുതലായിട്ട് കൂട്ടുക. അതുപോലെ അധികം വറുത്തതും പൊരിച്ചതും അതൊക്കെ ഒഴിവാക്കി ആവശ്യത്തിന് എല്ലാം ഉപയോഗിക്കുക. എരിവ്, ഉപ്പ്, പുളിയൊക്കെ ആണെങ്കിലും ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. പിന്നെ വേറെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് ഔഷധ രൂപത്തിൽ ഈ പറഞ്ഞ പോലെ ഗ്യാസ് ട്രബിൾ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഒരു 3 അല്ലിയൊക്കെ എടുത്തിട്ട് 2 നേരം ഭക്ഷണത്തിന് ശേഷം ഗ്യാസിലൊക്കെ, അല്ലെങ്കിൽ അടുപ്പുള്ളവരാണെങ്കിൽ അതിൽ ചുട്ട് കഴിക്കാവുന്നതാണ് ഗ്യാസ് ട്രബിൾ ഉള്ളവർ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ അയമോദകസത്തിൻ്റെ ഗുളികയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ കൂടുതലായിട്ട് മലബന്ധം വരാത്ത രീതിയിൽ അവർ ശ്രദ്ധിക്കുകയും കൂടെ വേണം. അപ്പം മലബന്ധം വരാതിരിക്കാനായിട്ട് വാഴപ്പഴം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. കൂടുതൽ നാരുള്ള ഭക്ഷണം കഴിക്കുക. അതായത് ഇപ്പം പച്ചക്കായാണെങ്കിലും നല്ലതാണ്. അതുപോലെ മാമ്പഴം പോലുള്ള ഫ്രൂട്ട്സ്, അതുപോലെ പേരയ്ക്ക, അതൊക്കെ നല്ലതാണ്. ഗ്ലൂക്കോസ് ലെവൽ കൂടുതലുള്ളവരിലൊക്കെ ഈ പേരയ്ക്ക ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടുതലായിട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അവരുടെ ഗ്ലൂക്കോസിൻ്റെ മരുന്നുകളൊക്കെ കഴിക്കുകയും അധികം മധുരം കഴിക്കാതിരിക്കുകയും ചെയ്യേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഗ്ലൂക്കോസ് ലെവൽ കുറഞ്ഞ ആൾക്കാരാണെങ്കിലും ഹൈപ്പോ എന്ന് പറയുന്ന അവസ്ഥ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. രക്തസമ്മർദ്ദം ഉള്ളവരാണെങ്കിലും അധികം ടെൻഷൻ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. രക്തസമ്മർദ്ദം കുറഞ്ഞിരിക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നാരങ്ങാ വെള്ളം ഉപ്പിട്ട് കൂടുതൽ കഴിക്കാം. അതുപോലെ ഇനി അഥവാ നീർക്കെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നീര് അങ്ങനത്തെ കേസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തഴുതാമ ഇലയുണ്ടെങ്കിൽ അത് തോരൻ വെച്ച് കഴിക്കാവുന്നതാണ്. വേറെ പോഷകസമ്പുഷ്ടമായിട്ടുള്ള ആഹാരം, അതായത് ഇലക്കറികൾ, അതുപോലെ നാടനായിട്ടുള്ള നമ്മുടെ ചീര, അതുപോലെ സാമ്പാർ ചീര എന്നൊക്കെ പറയുന്ന ഇലക്കറികളുണ്ട്. അവയൊക്കെ ആണെങ്കിലും നമുക്ക് ഭക്ഷണത്തിൽ ഡെയിലി ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പം നമ്മുടെ ലൊക്കാലിറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ള ലോക്കലായിട്ടുള്ള സാധനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ഈ ഒരു കാലയളവിൽ നമുക്ക് കൊടുക്കാം. നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കാം. അതുപോലെ തന്നെ പല കാര്യത്തിലും, അതായത് അസിഡിറ്റിയൊക്കെ കൂടുതലുള്ളവർ കൊത്തമല്ലി ഇട്ട് തിളപ്പിച്ച വെള്ളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ശരീരത്തിന് ചൂട് കുറയ്ക്കാനായിട്ട്, അതുപോലെ ഈ വെള്ളപ്പോക്ക് അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളുള്ളവർ കൊത്തമല്ലിയും രാമച്ചവും ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക. അത് ശരീരത്തിന് ചൂട് കുറയ്ക്കാൻ അത് സഹായിക്കും. അത് മെനോപോസിൻ്റെ സമയത്ത്, ആർത്തവ വിരാമത്തിൻ്റെ സമയത്ത് ശരീരത്തിന് അധികമായിട്ട് ചൂട് തോന്നുന്ന ആൾക്കാർക്കും ഇത് ചെയ്യാവുന്നതാണ്. അതുപോലെ മുഖക്കുരു ഒക്കെ ഉള്ള ആൾക്കാർക്ക് മുഖക്കുരു കുറയ്ക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ എരിവ്, ഉപ്പ്, പുളി, അതുപോലെ എണ്ണമയം അധികമുള്ള ഫുഡ്സ്, ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ്സ് അതൊക്കെ ഒഴിവാക്കുക. മുഖം ഇടയ്ക്കിടയ്ക്ക് കഴുകുക. മുഖം കഴുകുന്നതിന് രാമച്ചമൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം നല്ലതാണ്. ത്രിഫലാചൂർണം വീട്ടിലിരിപ്പുണ്ടെങ്കിൽ അതും ഇട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഇതായി കഴിയുമ്പോൾ, തണുത്ത് കഴിയുമ്പോൾ മുഖം കഴുകാൻ ഉപയോഗിക്കാവുന്നതാണ്. പൈൽസൊക്കെ ഉള്ള ആൾക്കാർക്കും ത്രിഫലാചൂർണം ഇട്ട് തിളപ്പിച്ച വെള്ളം മലദ്വാരത്തിൻ്റെ ഭാഗം കഴുകാനും, അതുപോലെ എല്ലാ ആവശ്യത്തിനും കുളിക്കാനുള്ള വെള്ളത്തിലുമൊക്കെ ത്രിഫലാചൂർണം ചേർക്കാവുന്നതാണ്. പിന്നെ സ്കിൻ ഡിസീസ് ഉള്ള ആൾക്കാർക്ക് ഈ സമയത്ത് പടവലങ്ങ, അതുപോലെ വെള്ളരിക്ക ഒക്കെ ഭക്ഷണത്തിൽ നല്ലോണം ഉൾപ്പെടുത്താം. മലബന്ധം വരാതിരിക്കാനും ഒക്കെ സഹായിക്കും ഇത്.
പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അധികം ആയാസം അതുപോലെ അധികമായിട്ടുള്ള മാനസിക സമ്മർദ്ദം ഒന്നും ഈ കാലയളവിൽ പാടില്ല. ഒന്നിനെക്കുറിച്ചും ഭയവും വേണ്ട. അതുകൊണ്ട് തന്നെ യോഗ, പ്രാണായാമം, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ഈ കാലയളവിൽ വളരെയധികം സഹായിക്കും. സിമ്പിളായിട്ടുള്ള യോഗ, വജ്രാസന, അതുപോലെ ശവാസനം പോലെ ഉള്ള സിമ്പിളായിട്ടുള്ള യോഗാസനങ്ങളൊക്കെ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പം മെൻസ്ട്രൽ ട്രബിൾ ഉള്ളവർക്കുമൊക്കെ വജ്രാസനമൊക്കെ നല്ലതാണ്. അങ്ങനെയുള്ളവർ ഭക്ഷണത്തിൽ എള്ളുണ്ട ഒക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നല്ലതാണ്. അതുപോലെ ഭക്ഷണത്തിൽ ഹീമോഗ്ലോബിനൊക്കെ കുറവുള്ളവർ, രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറവുള്ളവർ ഉൾപ്പെടുത്തേണ്ടത് മാതള നാരങ്ങ, കരിപ്പെട്ടി മുതലായവയൊക്കെയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ആരോഗ്യം ഈ കാലയളവിൽ നിലനിർത്താൻ സാധിക്കും. ഇത് എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. നന്ദി.